നമസ്കാരം, ഐ എം അരുൺ ജോസഫ്. ഐ എം എ ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ. നിൽക്ക് ബ്രോ, ഇന്നും ബ്രോ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. കാര്യം വെച്ചാൽ ഒരു പോളി ഫോട്ടോഗ്രാഫറൊക്കെയാണ്, പക്ഷേ ഞങ്ങൾ കുറച്ച് വീഡിയോഗ്രാഫേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഞങ്ങളുമുണ്ട് നിങ്ങളുടെ ഫോളോവേഴ്സായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പഠിച്ചാലോ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കണത്, എന്ത് എഡിറ്റിംഗ് ടെക്നിക്കാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഹായ്, ഐ ആം അരുൺ ജോസഫ്. ഐ എം എ ഫാഷൻ ഫോട്ടോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫി മെൻറ്റോർ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫാഷൻ ഫീൽഡിലാണെങ്കിലും ഞാൻ ഈ ഒരു കരിയർ തുടങ്ങുന്നത് ഒരു വീഡിയോഗ്രാഫർ കം വീഡിയോ എഡിറ്ററായിട്ടാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കോമ്പറ്റീഷനിൽ വീണു പോവാതിരിക്കാനായി നമ്മൾ എക്സ്പെൻസീവായ ക്യാമറയിൽ ലെൻസും ഗിയറുകളും വാങ്ങും. പക്ഷേ എല്ലാ സാധനങ്ങൾക്കും EMI കിട്ടുന്നത് കൊണ്ട് എല്ലാവരും ഇത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. സോ അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നു. വില കൂടിയ ക്യാമറയുടെയോ ലെൻസിൻ്റെയോ ഗിംബലിൻ്റെയോ സഹായത്തോടു കൂടെ നമ്മൾ വീഡിയോഗ്രാഫിയിലോ ഫോട്ടോഗ്രാഫിയിലോ വലിയ വ്യത്യാസങ്ങൾ വരുത്താമെന്ന് സ്വപ്നം കണ്ട നമ്മൾ അവിടെയും പെട്ടുപോകും. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? നമ്മൾക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും വീഡിയോഗ്രാഫിയെക്കുറിച്ചും കാര്യമായി അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ എഡിറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സാധാരണ വീഡിയോയെ ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നാണ്. മാസ്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു എഡിറ്റിംഗ് ടെക്നിക്കിൻ്റെ ബേസിലാണ് സിനിമയിൽ നമ്മൾ ഡബിൾ റോളുകൾ കാണുന്നത്. മാസ്കിംഗ് മാത്രമല്ല അവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ക്രോമാക്കിയും കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നമ്മൾ ഡൂപ്പായിട്ട് യൂസ് ചെയ്യും. ബട്ട് ദ ബേസിക് ഈസ് മാസ്കിംഗ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാസ്കിങ്ങിൻ്റെ ബേസിക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് മാസ്കിംഗ് എന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ബേസിക്കായിട്ട് നമുക്ക് മാസ്കിംഗ് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ 2 വീഡിയോ ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രെയിമിംഗ്. ഒരേ ഫ്രെയിമിലുള്ള 2 ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മാസ്കിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഫ്രെയിമിങ്ങിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം പോലും നമ്മൾ മാസ്ക് ചെയ്യുന്ന വീഡിയോൻ്റെ ക്വാളിറ്റിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി നമ്മളുടെ ക്യാമറയെ ഒരു ട്രൈപോഡിൽ വെക്കുവാണ്. ദ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് എലമെന്റ് ഈസ് എക്സ്പോഷർ. ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പോഷറിലുള്ള 2 വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ മാസ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. സോ നമ്മളിവിടെ നമ്മളെ ക്യാമറ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ കീപ്പ് ചെയ്യാം. ദ തേർഡ് ഇമ്പോർട്ടൻ്റ് എലമെന്റ് ഈസ് കമ്പോസിഷൻ. ഒരേ കമ്പോസിഷനിലുള്ള 2 വീഡിയോ ക്ലിപ്സ് നമുക്ക് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. സോ കുറച്ച് തോട്ട്ഫുള്ളായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിനെ മുന്നിൽ കണ്ടിട്ട് വേണം വീഡിയോസ് കമ്പോസ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ എടുക്കുന്ന വീഡിയോയിൽ ഫസ്റ്റത്തെ ക്ലിപ്പിൽ ഏഞ്ചലിനെ കമ്പോസ് ചെയ്യുന്നത് റൂൾ ഓഫ് തേർഡ്സിലാണ്. റൂൾ ഓഫ് തേർഡ്സിൻ്റെ ലെഫ്റ്റിലായിട്ട് ഏഞ്ചൽ നടന്നു വരുന്ന ഒരു വൈഡ് ഷോട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലിപ്പായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഏഞ്ചലിന് റൂൾ ഓഫ് തേർഡ്സിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ഏഞ്ചലിന് ഒരു ക്ലോസപ്പ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലൊരു തോട്ട്ഫുൾ കമ്പോസിഷൻ നമ്മൾ നടന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മളുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എഡിറ്റിങ്ങിൻ്റെ സമയത്ത്. സോ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോകാം. ഇവിടെ നമ്മളെടുത്ത 2 ക്ലിപ്പുകളും പ്രീമിയർ പ്രോയിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ക്ലിപ്പിലോട്ട് നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസിൽ വന്നിട്ട് അവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ക്രിയേറ്റ് 4 പോളിഗൺ മാസ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. മാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 4 കേഴ്സറായിട്ടുള്ളൊരു സംഭവം കിട്ടും. അതിൻ്റെ എല്ലാ കോർണറിലുമുള്ള ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്തോരം നമ്മളെ മാസ്ക് വേണം അത്രയും അളവിലോട്ട് നമ്മൾ ഈ മാസ്കിനൊന്ന് വികസിപ്പിക്കുക. വളരെ ശ്രദ്ധിക്കണം. ഈ ഫ്രെയിമിങ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഫ്രെയിമിങ് കറക്റ്റ് അല്ലേ എങ്ങനെയാണ് വരുന്നത്. എക്സ്പോഷർ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ സബ്ജക്റ്റ് എന്തോരം മൂവ് ചെയ്യും, എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഈ സബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ മാസ്കിനെ നമ്മളൊന്ന് കുറച്ചുകൂടെ വലുതാക്കി വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് അതിൻ്റെ പുറത്തോട്ട് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്കിനെ കുറച്ചുകൂടെ വലുതാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ് എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല മോഷനിൽ. അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് നടന്നു വന്നിട്ട് ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യണുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് സ്റ്റൈൽ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസിനായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.